ഓക്കെ കുട്ടികളെ, നമുക്ക് തുടങ്ങാമല്ലോ. കേൾക്കുന്നുണ്ടോ? ഉദുമ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളൊന്ന് പേര് പറയൂ. വീഡിയോ ഓൺ ചെയ്യും എല്ലാവരും. മുഹമ്മദ് മുഹാഷിർ. പിന്നെ മിഖിൽ കുമാർ ഉമേശൻ. മിഖിൽ നിങ്ങൾ കുമാർ ഉമേശൻ. ഏതാണ്? എല്ലാരും നമ്മൾ ആരെയും നമ്മളെ മാത്രം കാണുന്നത് ഇതാ, ഇതെങ്ങനെയാണോ? നിങ്ങൾ അപ്പുറം കാണുന്നുണ്ടോ കുട്ടികളെ? രണ്ട് കമ്പ്യൂട്ടർ ഇത്ര 11 പേരാ? എത്ര പേരാ? അപ്പൊ എത്രയായി? ഒന്നും കൂടി പറയൂ. ഉദുമ സ്കൂളിലെ കുട്ടികൾ പറയൂ. കൈവക്കി പറയൂ. ഉദുമ സ്കൂളിലെ കുട്ടികൾ പേര് പറയൂ. കൈവക്കിയുടെ പേര് പറയൂ. പേര് പറയൂ. ഹലോ, മുഹമ്മദ് മുഹാഷിർ. മുഹമ്മദ് മുഹാസിർ. പിന്നെ രണ്ടാമത് മിഖിൽ കുമാർ ഉമേശൻ. മിഖിൽ കുമാർ ഉമേശൻ. ഓക്കെ. പിന്നെ അജിഷ എം. ഓക്കെ. അടുത്തത് GHS പെരിയ. പെരിയ ഇല്ല, ആരുമില്ല. GHSS പെരിയയിൽ ആരുമില്ല. GHSS കുമ്പള. ഫാത്തിമ സുഹാന. ഫാത്തിമ സുഹാന. പിന്നെ ഖദീജത്ത് കുബ്ര. പിന്നെ ഹാജറ. ഹാജറ. ഓക്കെ. മാസ്ക് ഒന്ന് എടുക്കണേ കുട്ടികളെ. വീട്ടിലല്ലേ ഇരിക്കുന്നത്? നിങ്ങൾ വീട്ടിലല്ലേ ഇരിക്കുന്നേ? അപ്പൊ മാസ്ക് ഒന്ന് മാറ്റിയ മുഖം ഒന്ന് കാണട്ടെ. മുഖം വീട്ടിലല്ലേ ഇരിക്കുന്നത് നിങ്ങള്? ഓക്കെ, വെരി ഗുഡ്. SAPHS അകൽപ്പാടി. എല്ലാവരും ഒന്ന് മാസ്ക് എടുക്കണേ. വീട്ടിലല്ലേ ഇരിക്കുന്നത്? കുഴപ്പമൊന്നുമില്ല, മാസ്ക് വേണ്ട. വീട്ടിലിരിക്കുന്നല്ലേ? അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഒരു വീഡിയോ സ്കൂളിലാണോ? ഒറ്റക്കല്ല, അടുത്താരും ഇല്ലല്ലോ. സാമൂഹിക അകലം പാലിച്ചിട്ട് ഇരിക്കുന്നെങ്കിൽ മാസ്ക് മാറ്റിക്കൊള്ളു, കുഴപ്പമില്ല. SAPHS അകൽപ്പാടിയിൽ ആരൊക്കെ ഉള്ളത്? ശ്രീരമണ BG. BG. പിന്നെ ആകാശ്. പിന്നെ അനുപ്രിയ. അപ്പം 9 പേര് അല്ലേ? വലിയ സ്കൂളുണ്ടോ? ഇല്ല, ആരും ഇല്ലാന്നല്ലോ. ഇല്ല, ഞങ്ങളടക്കം 10 പേരേ ഉള്ളൂ. 9 ഉം 10. പെരിയ സ്കൂളിൽ ബഹിഷ്കരിച്ചു. അവർക്ക് ഇത് കൊടുക്കാം. അല്ല, അത് കുഴപ്പമില്ല, അവർക്ക് ലാസ്റ്റ് കൊടുത്താൽ മതി. അല്ല, അത് വേണ്ട, അവര് വന്നിട്ട് മതി. ഇപ്പൊ ABC മാത്രം മതിയല്ലോ. അവര് ഒരുപാട് നല്ല ഇന്നലെ വന്നിരുന്നു.
പെരിയ സ്കൂളിലെ പിള്ളേരുണ്ടോ? പെരിയ ഇല്ല, ആരുമില്ല. ഇല്ലാന്ന്. GHSS പെരിയ ആരൊക്കെ ഉണ്ടോ? ഹലോ ഹലോ സർ. വീഡിയോ ഓൺ ചെയ്യാമോ? വീഡിയോ ഓൺ ചെയ്യും കുട്ടികളെ. പെരിയ സ്കൂളിലെ കുട്ടികൾ വീഡിയോ ഓൺ ചെയ്യും. ആരൊക്കെ ഉണ്ടോ? കൈവക്കെ. 1 minute. റേസ് യുവർ ഹാൻഡ്. ഇവരെ വീണ്ടും വീഡിയോ പുറത്തേക്ക് പോയല്ലോ. ഒരു നെറ്റ് സേവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. എന്നാലും ഹലോ സർ. പെരിയ ആരാ ഉള്ളത്? ഉണ്ടെന്ന് പറഞ്ഞ പേര് പറയൂ. വീഡിയോ ഓൺ ചെയ്യാം. വീഡിയോ ഓൺ ചെയ്തിട്ട് പേര് പറയൂ കുട്ടികളെ. സോനിയ. അശ്വിൻ ചന്ദ്രൻ. അശ്വിൻ ചന്ദ്രൻ. പിന്നെ ആയിഷ അയ്യൂബ്. സോനിയ പായസ്. ഓക്കെ. വീഡിയോ ഓൺ ചെയ്യുന്നില്ല. വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. നിങ്ങളെ കാണണം. ഓക്കെ സർ. കാരണം നിങ്ങൾക്ക് പകരം വേറെ ആരോ വന്നിരിക്കുന്നുണ്ടോ ഇല്ല ഞങ്ങൾ അറിയണ്ടേ. ഓൺ യുവർ വീഡിയോ. നിങ്ങൾ കാണാൻ പറയത്തി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ അതാരാണ്? ആയില്ലേ, എല്ലാരും ആയില്ലേ? വീഡിയോ ക്യാമറ ക്യാമറ ശരിക്കും വെക്കുക. നിങ്ങൾ വീഡിയോ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണോ സംസാരിക്കുന്നത് അല്ല നിങ്ങൾക്ക് പകരം വേറെ ആരാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ നെറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് നിങ്ങൾ ഹൈഡ് ചെയ്ത് നിൽക്കരുത്. ഫംഗ്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ തീരുന്നവരെ നിങ്ങളെ മുഖം കാണണം. നിങ്ങളുടെ ക്യാമറ തിരിഞ്ഞു വെക്കും. പെരിയ സ്കൂള് ക്യാമറ നേരെ വെക്കും. അങ്ങനെ തന്നെയാണ് ക്യാമറ നേരെ വെക്കും. നിങ്ങൾ ഇങ്ങനെ തല തിരിഞ്ഞിട്ടാണ് കാണുന്നത്. ചെസ്റ്റ് നമ്പർ നിങ്ങൾക്കിത് ചെസ്റ്റ് പറഞ്ഞു. ചെസ്റ്റ് നമ്പർ അലോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ഡ്രോ ചെയ്തുകൊണ്ട് നോക്കിക്കോളൂ. എല്ലാം ഹൈഡ് ചെയ്ത് പോയല്ലോ. നിങ്ങൾ എന്താണ് ഇത് ഹൈഡ് ചെയ്യുന്നത്? ക്യാമറ ഹൈഡ് ചെയ്യല്ല. കുറച്ചു നേരത്തേക്ക് GHSS ഉദുമയാണ്. ടീം എ കേട്ടോ. ടീം ബി അടുത്തത് SAPHS അകൽപ്പാടി. ടീം ബി. അടുത്തത് ടീം സി GHSS കുമ്പള. ഇവര് പിന്നെ അല്ലാതെ ഹൈഡ് ചെയ്ത് പോയല്ലോ. അടുത്തത് GHSS പെരിയ. ടീം ഡി. അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഇത് ഹൈഡ് ചെയ്ത് പോവല്ലേ? ടീം ഡി. അപ്പോൾ we can start our quiz program. നിങ്ങൾ ഹൈഡ് ചെയ്യരുത്. നിങ്ങൾ മുഖം കാണണം. ഒരാൾക്ക് ടൈം ഇത്ര 1 മിനിറ്റ് വേണ്ട. സെക്കൻഡ്സ് ജോർജ് സാറിന് ടൈമിങ്സ് ഇത്ര ടൈമിങ്സ് okay. അപ്പോൾ നമുക്ക് തുടങ്ങാം. ടീം ABCD എന്ന ഓർഡറിൽ ആണ് ക്വിസ് ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 15 സെക്കൻഡ് ആലോചിക്കാൻ സമയം തരും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഉത്തരം പറയാം.
ഉത്തരം പറയുന്നില്ല എങ്കിൽ എ, ഉത്തരം പറയുന്നില്ലെങ്കിൽ ടീം ബിക്ക് പോകും, പിന്നീട് സിക്ക് പോകും, ഡിക്ക് പോകും. ആ ഓർഡറിൽ പോകും. ഒരു റൗണ്ടിൽ 4 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാമല്ലോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം ടീം എ. ഓക്കെ, ചെസ്റ്റിൽ എഴുതി ഒട്ടിച്ചല്ലോ അല്ലെ? ഓക്കെ ഓക്കെ, നിങ്ങൾ ഹൈഡ് ചെയ്ത് നിൽക്കരുത്. പിന്നെ ആരോ ഹൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ടീം എ ആരാണെന്ന് കൈവക്കിയ? ടീം എ. ഓക്കെ ഓക്കെ. When did Constituent Assembly adopt the Constitution? November 26, 1949. എന്താണ് പറഞ്ഞത്? എത്രയാണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഉത്തരം പറയും. വ്യക്തമായിട്ടില്ല. November 26, 1949. യെസ് യെസ് യെസ്, കറക്റ്റ് ആൻസർ. 1 point. Team A got 1 point. The next question to Team B. Which is the article of the Constitution that contains the provision for the establishment of Supreme Court of India? Article 124. Article 124. 124, yes, correct answer. Team B got 1 point. Team B got 1 point. Team C. Next question. Next question to Team C. What type of writ is applicable if a minister or public servant wrongly occupies his office? Co-warranto. Yes, correct answer. Team C. He got 1 point. The next question is to Team D. Under which article of the Constitution the High Court is empowered to issue direction, orders, or writs? Article 226. Yes, correct answer. Team D got 1 point. One round is over. Every group obtained 1 point each. Second round. We are going to enter into second round. The first question to Team A. Listen. Under which part of the Constitution fundamental right is enumerated? Part 3. Yes, very good, correct answer. The next question is to Team B. What right is granted by the Legal Services Authority Act 1987? Legal Service Authority Act. Yes, as per Legal Services Authority Act, what service or what right is granted? Legal information for scheduled caste. Legal information for scheduled caste. എന്താണ് മനസ്സിലായിട്ടില്ല? ലീഗൽ എയ്ഡ് കമ്മീഷനോ? Information for scheduled caste. No. Yes, the question passed to Team B. To Team C. Free legal aid to socially economically backward classes. Yes, correct answer. Yes.
C got 1 point. Please, sir. C. Question number 2. ഇനി അടുത്തത് സിനോട് തന്നെ ചോദിക്കുന്നത്. The next question is to team C. Which articles of the Constitution deals with the fundamental rights? What are the articles of the Constitution dealing with the fundamental rights? Article 40 to 32. Yes, correct answer. Team C got 1 point. Yes, One team more C point. got One more point. one more point. The next question goes to team D. Under what article of the Constitution right to freedom of speech and expression are guaranteed? Under what? Article 19. Yes, correct answer. Team D got 1 point. Team D got 1 point. Total point. That's one number. round, second round. In the second round, Team Team A A got 1. Team B illa. team A got 1 point. B killa, Team C got 2 points and team D point 1 point. B killa. Team B got no point. In the second round. Second round is over. Sir, team D got 2 points. In the second round alone, ആദ്യത്തെ റൗണ്ട് വേറെ ഉണ്ട്. ലാസ്റ്റ് ഒന്നിച്ച് പറയും കൂട്ടിട്ട് പറയും. ഞാൻ സെക്കൻഡ് റൗണ്ടിൽ പോയിന്റാ പറഞ്ഞു. ഇനി റൗണ്ട് 3. 1-1-1. Which fundamental duty requires you to respect the national flag and national anthem? The question is to team A. Which fundamental duty requires you to respect the national flag and the national anthem? Fundamental duty to respect the national flag. Yes, that is question. We are bound to respect the national flag and the national anthem. Which is the exact article which requires so? Article 51A. Article 51A. 1A and the clause? A. Yes, clause here. Correct answer. Team A got 1 point. 1 point. The next question goes to team B. Who is a child as per Child Labor Prohibition and Regulation Act? Aged between 6 to 14. Pardon? Aged between 6 to 14. 6 to? 14. Yes. Correct. Team B got 1 point. The next question to team C. What is the name of the act that provide at least 100 days of guaranteed wage employment? What is the name of the act that provide at least 100 days of guaranteed wage employment? Guarantee Act. Yes. Team C got 1 point. 1 point. Next question to team D. Who should be addressed to get information under Right to Information Act? Who should be addressed to get information under the Right to Information Act? The people.
No, wrong answer. Who should be Information Commission. information? Information Commissioner. Information commissioner. No. And next question. The question goes to A. team A. Information officer. Last one D. Yes. Team A. Information officer. Yes. Correct answer. Correct answer. നിങ്ങൾ കമ്മീഷണർ എന്നല്ലേ പറഞ്ഞത്? Public Information Officer. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. കമ്മീഷൻ എന്നാ പറഞ്ഞത്? Commissioner. അല്ല കമ്മീഷൻ എന്നാ പറഞ്ഞത്? യെസ്. Total point. Yes. Round 3 is over. A point. D. The point level Round 3. in this in round 3, team A got 2 points, team B got 1 point, team C got 1 point, D got no point. We can go to round number 4. The first question to team A: which article of the Constitution mandates the state government to provide free legal aid to economically and socially disabled persons? Which article of the Constitution mandates the state government to provide free legal aid to the economically and socially disabled persons? Article 31A. No, not 31A. Yes. Question to team B. Article 121. No. Team C. Article 39A. Yes. Correct answer. C got 1 point. The next question to team B. Under which act dishonoring of a check is punishable? Dishonor of check is punishable under which act? Negotiable instrument. Yes. Correct answer. Team B got 1 point. Team B got 1 point. The next question is to team C. When did the government team C alone? Which team? Team C. CC. When did the government of Kerala promulgated Kerala Prohibition of Ragging Ordinance? The year of promulgation. When did the government of Kerala promulgate Kerala Prohibition of Ragging Ordinance? State is here. Yes, time is over. 1997. Eh? 1997. ഏത് ഗ്രൂപ്പാ പറഞ്ഞത്? Team C. ശരിയാണ്. കറക്റ്റ് ആൻസർ. യെസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ഡീനുള്ള ചോദിക്കുന്നുണ്ട്. The next question to team D. What is the punishment provided for offense of ragging? What is the punishment provided for the offense of ragging? 3 years.
3 years not correct. 3 years of suspension. Not correct. Team B or lunch. Team S. Team A. 2 years imprisonment, 10,000 fine. Yes, correct answer. Yeah. Yeah. Team A got 1 point. Yes. Round is over. Round 4 is over. Point level. Team A got 1 point. Team B got 1 point. Team C got 2 points. And D got no point. The next is round number 5. The first question to Team A: who is the chairman of the District Legal Services Authority? Who is the chairman of the District Legal Services Authority? You can mention the designation name only, not the name of the officer concerned. Name of that post. Sundar or Yeah. എന്താ പറഞ്ഞത്? Justice Sundar. No. പേര് പറയണ്ട. അതാ വഹിക്കുന്ന പോസ്റ്റിന്റെ ഡിസൈനേഷൻ. ഏത് പദവിയിൽ ഇരിക്കുന്ന ആളാണ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാൻ? Yes, time is over. District Judge. Yes. Team A അല്ലേ പറഞ്ഞത്? ആരെങ്കിലും ഒബ്ജക്ഷൻ പറഞ്ഞോ? Yes, time over, sir. 2 times you did the same. Yes. Time over ആയെങ്കിൽ we can cancel the question. 2 times, sir. 2 times. Dragging act, right? The girl said after the time out. Yes. We can. There is objection. We can cancel the question. The one who said the dragging act and plus this one. Yes. ശ്രദ്ധിക്കണം. Yes. ടീമിനോട് എവിടെ കൂടി ഇരിക്കാം. കഴിഞ്ഞിട്ടുണ്ടല്ലേ? യെസ്. ടീം എയോട് ഫ്രഷ് ക്വസ്റ്റ്യൻ ചോദിക്കാം. What are the 3 forms of punishment in criminal law? Time starts now. Death sentence, life imprisonment. Yes. Fine. Yes. Correct answer. Team A got 1 point. Okay. Next question to Team B. Within how many days the head of the institution is bound to inquire on receipt of complaint of ragging? 7 days. Yes, correct answer. Team B got 1 point. The next question to Team C. Which is the law introduced by the Parliament for compulsory education of the children below age of 14? Compulsory Education for Children's Act. Right to Compulsory Education for Children's Act. Pardon? Right to Compulsory Education for Children's Act. Free and
യെസ്, അത് ആക്ടിന്റെ പൂർണ്ണമായ രൂപത്തിൽ വന്നിട്ടില്ല. യു ക്യാൻ റിപ്പീറ്റ് വൺസ് അഗൈൻ. Right to free and compulsory education for children under 14. The Right of Child to Free and Compulsory Education Act. Yes. അതെ, ചെറിയൊരു വേരിയേഷൻ വന്നു. Yes, we can consider that as correct answer. Yes. Next question to team D. Team D. What is the age limit that considers a person as a juvenile or child under the Juvenile Justice Care and Protection of Children Act 2000? Below the Pardon? age of 18. Age of 18. Yes, correct answer. എല്ലാവർക്കും പോയിന്റ് ആയില്ലേ? Yes, each group got 1 point. Then we can go to the last round number 6. The first question to team A. Who is the first lady judge of Kerala High Court? KK Usha. No. Wrong answer. Team B. Anna Chandy. Yeah? Anna Chandy. Yes, correct answer. Team B got 1 point. The next question to team B. What is the minimum age of a candidate contesting a seat for Lok Sabha? 25. 25. Yes, correct. The next question to team C. Under which article of the Constitution a law declared by Supreme Court to be binding on all courts? Article 141. Yes, correct answer. The last the question to team D. Which is the authority dealing with the dispersal of unlawful assembly, maintenance of public order, prevention of public nuisance, etc.? What is the authority dealing with the dispersal of unlawful assembly, maintenance of public order, prevention of public nuisance, etc.? Sir, what kind of officer? Yes, sir. Who is that officer? Public property. Inspector. Yes, time is District over. collector. Time is over. Next. Yes, sir. Team A. So team A. Pardon? Inspector. As time is over for team A. Team B. Team B. Prohibition officer. Prohibition officer. No. Team C. Sir, question repeat ako. Yes, sir. Which authority is dealt with the dispersal of unlawful assembly, maintenance of public order, prevention of public nuisance, etc.? ഏത് അതോറിറ്റിയാണ് അത് ഓർഡർ ചെയ്യേണ്ടത്? അൺലോഫുൾ അസംബ്ലി ഒക്കെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഏതാണ് അതോറിറ്റി? ടീം സിയോടല്ല, ലാസ്റ്റ് അല്ലേ, പിന്നെ തീർന്നല്ലേ? Pardon? The time is over.
The executive magistrate is the correct answer. Yes. We can calculate the total points. In the last round, Team B got 2 points and Team C got 1 point. Yes, we can calculate the total point within few minutes. Wait. Dinesh, total calculation നടത്തിയേ പെട്ടെന്ന് നോക്കാം ഇവിടെ പറഞ്ഞിട്ട് അതിന് കോളില്ല സ്പ്രെഡ്ഷീറ്റ് അറിയില്ല 6 റൗണ്ട് 3 4 5 6 അല്ലേ ഒരു മിനിറ്റ് വണ്ണിലെ ഒരേ റൗണ്ട് വൈസാ റൗണ്ട് വൈസ് ടോട്ടൽ പോയിന്റ് കണ്ടുപിടിക്കണം A1 പിന്നെ B 1 2 കുമ്പളയാ സെക്കൻഡ് പറയാനില്ല പക്ഷെ നമുക്ക് പറയാം രണ്ട് സെയിം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു ടീം ആയതുകൊണ്ട് നമ്മൾ അവർക്ക് വീണ്ടും എല്ലാവരും പോയിന്റ് വന്നപ്പോലെ ആ പോയിന്റ് പറയാം. Yes, I am announcing point level. Team A got 6 point, Team B got 6 point, Team C got 8 point, and Team D point 3 point. The highest points got by Team C, that is GHSS Kumbala. Congratulations to Team C, GHSS Kumbala. Thank you, sir. And you are selected for state level competition. Congratulations and the best wishes.
Equal. Yes, the second prize goes equally to team A and B. Yes. Okay.